ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേഖ റൂമിൽ കയറ്റുന്നില്ല എന്ന് പരാതി പറഞ്ഞുകൊണ്ട് വരുൺ ഗോവിന്ദൻ്റെ അടുത്ത് സംസാരിക്കുകയായിരിക്കും. അപ്പോൾ ഗോവിന്ദാണെങ്കിലും എന്താ കാര്യമെന്ന് രേഖയെടുത്ത് ചോദിക്കുമ്പോൾ രേഖയാണെങ്കിലും പറയുമായിരിക്കും, അതെ ഗോവിന്ദേട്ടാ, ഞാൻ രാത്രി കിടന്നുറങ്ങുമ്പോൾ വരുണേട്ടനാണെങ്കിൽ ഉറക്കത്തിൽ ചവിട്ടുന്ന ഒരു സ്വഭാവം ഉണ്ടെന്ന് പറയുന്നേ, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൂടെ കിടക്കണ്ടെന്ന് പറഞ്ഞത്. എനിക്കാണെങ്കിൽ അങ്ങനെ ചവിട്ട് കിട്ടിയാൽ ഇപ്പോൾ പഴയ പോലെ അല്ലല്ലോ, അങ്ങനെ ശരിയാവില്ലല്ലോ ഗീതു എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ ഗോവിന്ദാണെങ്കിലും പറയുന്നുണ്ട്, അത് വളരെ ശരിയാണ്, നീ ഇനി റൂമിൻ്റെ പരിസരത്ത് പോലും വരണ്ട, വേറെ റൂമിൽ മാറിക്കിടന്നേക്ക് എന്നിങ്ങനെ പറയുമായിരിക്കേ. എന്നിട്ട് പിന്നെ ഗോവിന്ദാണെങ്കിലും ഗീതു ആണെങ്കിലും അവിടുന്ന് പോകുന്ന സമയത്ത് വരുണാണെങ്കിൽ രേഖയെടുത്ത് പറയും, നിൻ്റെ അടുത്ത് ആരാടി അമ്മയ്ക്ക് ഇങ്ങനെ കലക്കി കൊടുക്കാൻ പറഞ്ഞേ, നിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത് രേഖയാണെങ്കിൽ ഗോവിന്ദേട്ടാ എന്നിങ്ങനെ പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും നമ്മുടെ വരുൺ, ഓ ഒന്നുമില്ല ഗോവിന്ദേട്ട, ഒന്നുമില്ല, ഞാൻ ഒരു ബെഡ്ഷീറ്റ് ചോദിച്ചതാ എന്നിങ്ങനെ പറയുമായിരിക്കും. എന്നിട്ട് പിന്നെ ഗീതും ഗോവിന്ദും റൂം അടിച്ച് കിടക്കുമായിരിക്കേ. എന്നിട്ട് രേഖയാണെങ്കിലും വാതിലടയ്ക്കും. അപ്പോൾ വരുണാണെങ്കിലും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഓ വല്ലാത്തൊരു കഷ്ടമായിപ്പോയി, എന്നാലും ഇവള് അമ്മയ്ക്ക് അങ്ങനെ സോപ്പ് വെള്ളം കലക്കി കൊടുക്കാൻ മാത്രമേ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, എന്തായിരിക്കും അത്, ഒരു കാര്യമില്ലാതെ ഇവൾക്ക് അങ്ങനെ ദേഷ്യം വരില്ലല്ലോ, എന്തെങ്കിലും ഇനിയിപ്പോൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ, അതേപ്പറ്റി എന്തായാലും ഒന്ന് അന്വേഷിക്കണം എന്നിങ്ങനെ വരുണാണെങ്കിലും മനസ്സ് വിചാരിക്കുകയായിരിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ ഗോവിന്ദാണെങ്കിലും ഒരു പില്ലോയും ഒരു ബെഡ്ഷീറ്റും എടുത്ത്, ഞാൻ ഇവിടെ സെറ്റിയിലെങ്ങാനും കിടന്നോളാം, നീ ഇവിടെ സമാധാനത്തിൽ കിടന്നോ ഗീതു എന്നിങ്ങനെ പറയുമായിരിക്കേ. അപ്പോൾ ഗീതു ആണെങ്കിലും പറയും, കണ്ണേട്ടന് എവിടെയും പോകണ്ട, അങ്ങനെ ചവിട്ടില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്, എൻ്റെ കുഞ്ഞിനെ എനിക്കും കണ്ണേട്ടനും ഇവിടെ കിടക്കുന്നത് തന്നെയാണ് ഇഷ്ടം, ഇവിടെ തന്നെ കിടന്നാൽ മതി എന്ന് പറയുമ്പോൾ ഗോവിന്ദാണെങ്കിലും ഒരു മടി പിടിച്ചിങ്ങനെ നിൽക്കുകയായിരിക്കും, വേണ്ട ഗീതു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഗീതു ആണെങ്കിലും ഇവിടെ വന്ന് കിടക്കടാ എന്ന് പറഞ്ഞ് ഇങ്ങനെ തമാശയ്ക്ക് പറയുമായിരിക്കും. എന്നിട്ട് പിന്നെ ഗോവിന്ദാണെങ്കിലും അങ്ങനെ പിന്നെ വന്ന് ലാസ്റ്റ് കിടക്കുമായിരിക്കേ. അത് കഴിഞ്ഞ് അജാസാണെങ്കിലും അവർണികയെ നോക്കാനായിട്ട് വീട്ടിലേക്ക് ചെല്ലുമായിരിക്കും. അങ്ങനെ അജാസ് അവിടെ താഴെ നിൽക്കുന്ന സമയത്ത് അവർണികയുടെ റൂമിൽ ലൈറ്റ് ഉണ്ടാവുമായിരിക്കും. ആ ലൈറ്റ് ഇടുന്ന സമയത്ത് അജാസ് ഒന്ന് ടെൻഷൻ ആവുമായിരിക്കും. എന്നിട്ട് ഇങ്ങനെ മുകളിലേക്ക് കയറി പോവുകയാണ് അവർണികയുടെ വീട്ടിലേക്ക്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പോകുന്നത് വേറൊരാൾ നോട്ട് ചെയ്തിട്ട് ഹലോ സാർ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. അത് ആരാന്നൊന്നും പറയുന്നില്ല, ഒരാൾ വിളിച്ചിട്ട് ഈ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞ് അവിടുന്ന് ചെന്ന് നോക്കുമ്പോൾ അവർണിക അവിടെ കിടക്കുകയായിരിക്കും. പെട്ടെന്ന് ലൈറ്റ് ഓണായി അവർണിക ഇങ്ങനെ ഗണ്ണെടുത്ത് ഇങ്ങനെ സ്വയം ഷൂട്ട് ചെയ്യുന്ന പോലെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കണ്ണ് പിടിച്ച് നിൽക്കുകയായിരിക്കും. അപ്പോൾ അജാസ് ആണെങ്കിലും അവർണിക നോ നോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവും. പക്ഷേ അത് സ്വപ്നമായിരിക്കും നമ്മുടെ അജാസ് കാണുന്നത്. നോക്കുമ്പോൾ അവർണികയാണെങ്കിലും വെള്ളം കുടിച്ച് കിടക്കുകയായിരിക്കും വീണ്ടും ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അജാസ് ആണെങ്കിലും തിരിച്ച് കാറിൽ വന്ന് അവിടെ തന്നെ കിടന്ന് ഉറങ്ങുമായിരിക്കും. അത് കഴിഞ്ഞ് രാവിലെ ആകുമ്പോൾ അവർണികയുടെ കോൾ വന്നിട്ടായിരിക്കും അജാസ് ഉണരുന്നത്. എന്നിട്ട് പിന്നെ പറയുന്നുണ്ട് അജാസ്, സോറി, അന്ന് കിഷോറിൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്ക് വിഷമമായപ്പോൾ അജാസിനെ കൂടെ അങ്ങനെ ഞാൻ അവോയ്ഡ് ചെയ്യാൻ പാടില്ലായിരുന്നു, സോറി, എന്തായി ഫംഗ്ഷന് പോയപ്പോൾ ഞാൻ വരാത്തത് എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചായിരുന്നോ? അപ്പോൾ അജാസ് ആണെങ്കിലും പറയുന്നുണ്ട്, അതിന് ഞാൻ ഫംഗ്ഷന് പോയാലല്ലേ, ഞാൻ പോയില്ലല്ലോ, ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ഫംഗ്ഷൻ അവർണിക എന്താ വന്നില്ല എന്ന് ചോദിച്ചിട്ട് ഗീതു ആകെ ടെൻഷനാവും. എന്നെയല്ലേ ഗീതു ഏർപ്പാടാക്കിയത് അവർണികയെ പഴയ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന എന്ന്, അപ്പോൾ ഞാനായിട്ട് പോയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഗീതുവിനെയും ഗോവിന്ദനെ ആയിരിക്കും. ഗീതാണെങ്കിൽ ഭയങ്കര ഛർദിയായിരിക്കും. ആ സമയത്താണെങ്കിൽ ഗീതു പറയുന്നുണ്ട്, ഓ ഒരാവശ്യം വരുന്ന സമയത്ത് ഒരാളെയും കാണുന്നുണ്ടാവില്ല പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിലൊക്കെ ആയിരിക്കും ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയായിരിക്കേ. ആ സമയത്തായിരിക്കും ഗോവിന്ദ് പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ എന്നൊക്കെ പറഞ്ഞിങ്ങനെ മാങ്ങയും കൊണ്ട് വരികയായിരിക്കും. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ മാങ്ങയും കൊണ്ട് വരുന്ന സമയത്ത് ഗീതമാണെങ്കിലും ദേഷ്യപ്പെട്ട് പറയും, ഗർഭിണികളായ എല്ലാവർക്കും പച്ചമാങ്ങ ഇഷ്ടമെന്ന് ആരെ പറഞ്ഞ്, അതവിടെ വെച്ചിട്ട് എൻ്റെ നടുവൊന്ന് ഒഴിഞ്ഞതാ മനുഷ്യ, എനിക്ക് ഛർദ്ദിക്കാൻ വരണോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കര കാണിക്കലൊക്കെ ആയിരിക്കും. അപ്പോൾ ഗോവിന്ദാണെങ്കിലും പറയും, ഈ സീസണല്ലാത്ത സമയത്ത് ഞാൻ ഈ പച്ചമാങ്ങ കൊണ്ടുവന്നിട്ട് നിനക്ക് ഒരെണ്ണെങ്കിലും എടുത്ത് കഴിച്ചൂടെ, നിനക്കെന്താണ് ഒരു സ്നേഹമില്ലാത്തത്, ഞാൻ എത്ര കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ നമ്മുടെ ഗീതാണെങ്കിലും ആ മാങ്ങ എടുത്ത് ഓരോന്നായി ഇങ്ങനെ പുറത്തോട്ട് എറിയായിരിക്കും. അപ്പോൾ ഇവരിങ്ങനെ അടി ഉണ്ടാക്കുകയാണോ, എന്താണ് അടി ഒരുപാട് ഉണ്ടാക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് നോക്കിക്കൊണ്ട് അവരുടെ റൂമിലേക്ക് ഇങ്ങനെ കാതോർത്ത് നമ്മുടെ വരുൺ അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ വരുണിൻ്റെ മേത്തേക്കായിരിക്കും ആ മാങ്ങയൊക്കെ ഇങ്ങനെ ചെന്ന് വീഴുന്നത്. എന്നിട്ട് പിന്നെ കുറച്ച് റൂമിലും വീഴും, കുറച്ച് വരുണിൻ്റെ മേത്തായിരിക്കും വീഴുന്നത്. അപ്പോൾ വരുണാണെങ്കിൽ ആ മാങ്ങയൊക്കെ പെറുക്കിയിട്ട്, ഓ ഇത് കുറച്ച് മുളകും ഉപ്പൊക്കെ ഇട്ടങ്ങടാൽ തിരുമ്പിയിട്ട് വെള്ളം ഒടിക്കുമ്പോൾ ടച്ചിങ് സൈഡ് ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മാങ്ങയും കൊണ്ട് പോകുമ്പോഴായിരിക്കും രേഖ വരുന്നത്. അപ്പോൾ രേഖയാണെങ്കിലും ആ
വരുണേട്ടാ പച്ചമാങ്ങ എവിടെ നിന്ന് കിട്ടി, എന്തായാലും താങ്ക്സ് എന്ന് പറഞ്ഞ് വരുണിൻ്റെ കയ്യിലുള്ള മാങ്ങയൊക്കെ എടുത്ത് പറയുമായിരിക്കും, ഈ സീസൺ അല്ലാത്ത സമയത്തും എനിക്ക് പച്ചമാങ്ങ കൊണ്ട് തന്നല്ലോ, ഒരുപാട് നന്ദിയുണ്ട് വരുണേട്ടാ എന്ന് പറഞ്ഞ് മാങ്ങയെ കടിച്ചുകൊണ്ട് അങ്ങോട്ട് പോവായിരിക്കും കേട്ടോ കഴിച്ചിട്ട്. അപ്പോൾ വരുണാണെങ്കിൽ ഓ അതും പോയി, ഇനിയിപ്പോൾ ടച്ചിങ്സിന് എന്തെങ്കിലും ഒപ്പിക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വരുണാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ഗീതു ആണെങ്കിൽ മാങ്ങയൊന്നും കഴിക്കാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഗോവിന്ദന് ദേഷ്യം വരികയായിരിക്കും. എന്നിട്ട് ഗോവിന്ദാണെങ്കിൽ നീ ഇന്നത്തിന് ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ പോയി കുളിക്കട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്ന സമയത്ത് ഗീതു ആണെങ്കിൽ ആ പച്ചമാങ്ങ നോക്കിയിട്ട് പിന്നെ കൊതിയാവുമായിരിക്കും. എന്നിട്ട് പിന്നെ ഓ ഞാൻ വേണ്ടാന്ന് പറയുകയും ചെയ്തു, ഇനിയിപ്പോൾ കാണണ്ട ഞാൻ തന്നെ അങ്ങ് കഴുകിയിട്ട് തിന്നേക്കാം എന്ന് പറഞ്ഞ് കഴുകിയിട്ട് മറഞ്ഞു നിന്നിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോവിന്ദ് വരികയായിരിക്കും. അപ്പോൾ ഗീതു ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ ഗോവിന്ദന് ശരിക്കും ചിരി വരികയായിരിക്കും. എന്നിട്ട് പറയും നീ ഇങ്ങനെ ഒളിച്ചു നിന്ന് കഴിക്കുമൊന്നും വേണ്ട, ഞാൻ മനഃപൂർവ്വം കുളിക്കാണ്ട് തന്നെ വെറുതെ പോയതാണ് വാഷ്റൂമിൽ, നീ കഴിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെ, അതാണ് ഞാനിപ്പോൾ തിരിച്ചു വന്നത്, അതുകൊണ്ട് നിൻ്റെ കള്ളത്തരം എനിക്ക് കാണാൻ പറ്റിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അപ്പം നമ്മുടെ ഗീതു ആണെങ്കിലും പറയുന്നുണ്ട്, ഓ ഒന്ന് ഇത് പിടിച്ചു എന്ന് വെച്ചിട്ട് വലിയ ആളൊന്നും ആവണ്ട എന്നൊക്കെ പറഞ്ഞ് ഗീതു ആണെങ്കിലും പറയുന്നുണ്ടാവും. എന്നിട്ട് പിന്നെ ഗോവിന്ദനാണെങ്കിൽ ഗീതു മാങ്ങ കഴിക്കുന്ന കാണുമ്പോൾ കൊതിയാവുമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഗീതു ആണെങ്കിലും പറയുന്നുണ്ട്, പച്ചമാങ്ങ കഴിക്കാൻ അങ്ങനെ ഗർഭിണി ആവണമെന്നൊന്നും ഇല്ല കണ്ണേട്ടൻ കഴിച്ചോ ധൈര്യമായിട്ട് എന്ന് പറഞ്ഞ് ഗോവിന്ദനും കൊടുക്കുകയായിരിക്കും. അപ്പോൾ ഗോവിന്ദാണെങ്കിലും മാങ്ങ ഇങ്ങനെ കടിച്ചുകൊണ്ട് ഇങ്ങനെ ആസ്വദിച്ചിങ്ങനെ കടിച്ചിങ്ങനെ പുളിച്ചിങ്ങനെ ഇരിക്കുകയായിരിക്കും. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ എത്രയും പെട്ടെന്ന് അറിയാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.